ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 8-ാം സ്കന്ധം 16-ാം അധ്യായം. അതിഥിക്ക് പയോവ്രതോപദേശം. ശ്രീശുകൻ പറഞ്ഞു, ശത്രുക്കൾ മൂലം ആ വിണ്ണും പുത്രരും നഷ്ടമാകവേ ദേവമാതാവാം അതിഥി കേണാൾ ആലംബമെന്നിയേ. ചിരധ്യാനോദ്ധിതൻ ജ്ഞാനപൂർണൻ കശ്യപനേകഥ അണഞ്ഞാൻ അവൾ തൻ ശോകമൂകമാശ്രമം നൃപ. സ്ഥിതിക്കൊത്തവിധം ഭഗ്നി പൂജിച്ചാസനമേകവേ അവൾ തൻ ദീനവദനം കണ്ടു ചോദിച്ചു കശ്യപൻ. കശ്യപൻ പറഞ്ഞു, ധർമ്മത്തിനോ മൃത്യുവശവർത്തിയായ ജനത്തിനോ വിപ്രർക്കോ വന്നിതോ മന്നിൽ ഭദ്രേ വല്ലൊരഭദ്രവും. അയോഗികൾക്കും ആ യോഗഫലം ചേർക്കും ഗൃഹങ്ങളിൽ ധർമാർത്ഥകാമങ്ങൾക്ക് ഏതാൻ ഗ്ലാനിയും സംഭവിച്ചിതോ. ഗൃഹത്തിലഭ്യാഗതർ വന്നേറവേ മറ്റു ജോലിയാൽ എഴുന്നേറ്റാതിരിക്കാതെ മടങ്ങാനിടയാക്കിയോ. അർഘ്യപാദ്യാദിയും കൂടി നൽകാതെ അതിഥിയെ ശുഭേ മടക്കും അഗൃഹം നൂനം കുറുക്കൻ തൻ്റെ മാളമാം. ഞാനിങ്ങില്ലായ്കയാൽ ഖിന്നയായി നീ വല്ലപ്പോഴും സതി തക്ക കാലത്ത് അഗ്നിയിങ്കൽ ഹോമിക്കാതെ ഇരുന്നിതോ. സർവാത്മാവായ ഹരിതൻ മുഖമാണഗ്നി. വിപ്രനും തത്പൂജയാൽ പുണ്യഭോഗലോകമാളുന്നിതഗൃഹി. പുത്രർക്കെല്ലാം സുഖം തന്നെയല്ലി ചൊൽകമനസ്വിനി. അസ്വസ്ഥചിത്തയായി നിന്നെ കാൺമൂ ഞാൻ ലക്ഷണങ്ങളാൽ. അതിഥി പറഞ്ഞു, ശുഭം താൻ ദ്വിജഗോക്കൾക്കും ധർമ്മത്തിനും ജനത്തിനും ബ്രഹ്മൻ ഗൃഹം ത്രിവർഗത്തിൻ ക്ഷേത്രമായി താൻ ലസിക്കയാം. അഗ്നി അഭ്യാഗതൻ ഭിക്ഷു ഭൃത്യൻ അർത്ഥാർത്ഥിയാം ജനം ഇവർക്കാർക്കും വരുത്തീലാ കുറവ്. ഈ നിന്റെ ഭക്തയാൾ ധർമ്മോപദേശമെന്നെന്നുമേവം ചെയ്യുന്നൊരങ്ങയാൽ ഏതാഗ്രഹം മേ സാധിക്കാതുള്ളു ബ്രഹ്മൻ പ്രജാപതേ. നിന്മക്കളാം ഈ ത്രിഗുണാത്മകം ജനം സമസ്തവും നിന്റെ മനഃശരീരജർ നിൻ സ്ഥായി ദൈത്യാദ്യരോടും സമാനം. എങ്കിലും സ്വഭക്തപ്രിയനല്ലി ഈശനും. അതിനാൽ നിൻ ഭക്തയാമൻ നന്മ ചിന്തിക്ക സുവ്രത. കാത്താലും ശത്രുജിതരായി വശം കെട്ടുള്ളൊരെങ്ങളെ ബലിഷ്ഠരവരൻ നാടും ശ്രീയും ഐശ്വര്യവും പ്രഭോ കവർന്നോടിച്ചു ഞാനേവം കേൾകയാമഴലാഴിയിൽ. എൻ മക്കൾക്കവ വീണ്ടും കൈവരുവാൻ സാധ്യമാം വിധം വേണ്ടതെന്തെന്ന് ഓർത്തു ചെയ്യുക ശുഭം കല്യാണകൃത്തമാ. ശ്രീശുകൻ പറഞ്ഞു, ഏവം പ്രാർത്ഥിതനാം കശ്യപർഷി സാശ്ചര്യമോദിനാൻ. ചിത്രം മായാബലം സ്വാർത്ഥവിവശം ലോകമൊക്കെയും. എങ്ങാ നിർഗുണനാമാത്മാവ് എങ്ങി ഭൗതികമാം ജഡം. ആർക്കാര ഭർത്തൃപുത്രാദ്യർ മോഹം താൻ ഹേതുവേദിനും. അതിനാൽ ജഗദാത്മാവാം ഭഗവാൻ വാസുദേവനെ ഭജിച്ചാലും ജഗന്നാഥനായ മായേശനെ സതി ദീനാനുകമ്പി അദ്ദേവൻ സാധിപ്പിക്കും തവേപ്സിതം. തദ്ഭക്തിയല്ലാതില്ലന്യം കാമപൂർത്തിക്ക് ഇതൻ മതം. അതിഥി പറഞ്ഞു, എവ്വണ്ണം ഞാൻ ഭജിക്കേണ്ടത് അജഗത്പതിയെ പ്രഭോ. ഏതാൽ അസത്യസങ്കൽപ്പൻ പ്രീതനായി ഏകിടും ഹിതം ഹരേ. പുത്രരോടൊത്തു കേഴുന്നൊരെന്നിൽ അഭഗവാൻ ഹരി പെട്ടെന്നു തുഷ്ടനായി തീരും മാർഗമെന്തെന്നുരയ്ക്ക നീ. കശ്യപൻ പറഞ്ഞു, മുന്നം പ്രജാകാമനായി ഞാൻ ചോദിക്കേ പത്മസംഭവൻ ഉപദേശിച്ചൊരാ വിഷ്ണു പരമാം വ്രതമോതുവൻ. മീനത്തിൽ ശുക്ലപക്ഷത്തിൽ ദ്വാദശാഹം പയോവ്രതം കൈക്കൊണ്ടു വിഷ്ണുവെ ഭക്തിശ്രദ്ധാപൂർവം ഭജിക്കണം. വാവിന്നാൾ നദിയിൽ ചെന്നു പന്നി കുത്തിയ മൺതരി കിട്ടുമെങ്കിൽ അതും തേച്ചു കുളിച്ച് ഈ മന്ത്രമോദണം. രസാതലത്തിൽ നിന്ന്
ആദിവരാഹത്താൽ സമുദ്രതേ സ്വസ്ഥേ ദേവി നമിക്കുന്നേൻ മൽപാപം തീർത്തു കാക്കണേ. നിത്യകർമ്മം കഴിച്ചാശു ബിംബം നീർസ്ഥണ്ടിലം ഗുരു വന്നി സൂര്യൻ തൊട്ടവയിലൊന്നിൽ അർച്ചിക്ക വിഷ്ണുവേ. നമസ്തേ ഭഗവൻ സർവസാക്ഷിൻ സർവഗുഹാശയ വാസുദേവ ജഗന്മൂർത്തേ നമസ്തേ പുരുഷോത്തമ. അവ്യക്ത കൂപ്പാം സൂക്ഷ്മാത്മൻ പ്രധാന പുരുഷേശ്വര ചതുർവിംശതി തത്വജ്ഞ സാഖ്യശാസ്ത്ര പ്രവർത്തക. ദ്വിശീർഷം ത്രിപദം 4 ശൃംഗം ഹസ്തങ്ങളേഴുമായി ത്രയ്യാത്മാവായി ഫലദനാം യജ്ഞനെ പ്രണമിച്ചിടാം. സർവശക്തിധരൻ രുദ്രൻ ശിവനെ പ്രണമിച്ചിടാം. നമിപ്പിൻ സർവവിദ്യാധിപതിയാം ഭൂതനാഥനെ ഹിരണ്യഗർഭനായി സൂത്രാത്മാവാം സർവേശ്വനെ തൊഴാം. യോഗകാരണനാം യോഗൈശ്വര്യരൂപന്നു കുമ്പിടാം. സർവാദ്യനാം സർവസാക്ഷിഭൂതനെ പ്രണമിച്ചിടാം. നരനാരായണാഭിഖ്യനർഷിയാം ഹരിയെ തൊഴാം. പച്ചരത്നക്കല്ലൊളിയും മാറത്തു മലർമങ്കയും മഞ്ഞപ്പൂഞ്ചേലയും പൂണ്ട ഭഗവാനെ നമിച്ചിടാം. വരേണ്യ വരദോത്തംസ നീ സർവാർത്ഥധനാകയാൽ നിൻ പാദധൂളി സേവിപ്പൂ ശ്രേയസ്സിനായി വിവേകികൾ. ശ്രീയും വിണ്ണൂരും അക്കാൽപ്പൂമണമെന്നും ലഭിക്കുവാൻ ആരെ സദാ ഭജിക്കുന്നത് അദ്ദേവൻ കനിയേണമേ. ഏവമാവാഹിച്ചിരുത്തി പാദ്യാർഘ്യാദി പുരസ്സരം പൂജിക്കണം ശ്രദ്ധയൊത്തു സർവാത്മാവാം മുകുന്ദനെ. ഗന്ധമാല്യാദിയേകി പാലഭിഷേകം കഴിച്ചുടൻ വസ്ത്രം പൂണോത്ഭൂഷപാദ്യമർഘ്യം പൂഗന്ധമെന്നിവ നൽകി പൂജിക്കണം മൂലമന്ത്രോച്ചാരണപൂർവകം. കഴിവുണ്ടെങ്കിലോ പാൽപായസവും ശർക്കരാന്നവും ശാല്യന്നവും നൽകി മൂലമന്ത്രത്താൽ ചെയ്യുക ഹോമവും. നിവേദ്യശിഷ്ടം ഭക്തർക്കു നൽകാം പ്രാശിച്ചിടാം സ്വയം. ആചമിപ്പിച്ചു പൂജിച്ചു താമ്പൂലം ഭിന്നയേകണം. മന്ത്രം 108 ജപിക്കേണം. സ്തോത്രങ്ങൾ ചൊല്ലണം. പിന്നെ പ്രദക്ഷിണം ചെയ്തു വടിപോൽ വീണുകൂപ്പണം. നിർമാല്യം തലയിൽ ചൂടി ഉദ്വസിച്ചു യഥോചിതം സപായസം ഭുജിപ്പിക്ക 2 വിപ്രരെയെങ്കിലും. പൂജിച്ചും വിപ്രാജ്ഞയോടുമിഷ്ടരൊത്തു ഭുജിക്കുക ബ്രഹ്മചര്യത്തോട്. ആ രാത്രി തീർത്തു പിറ്റേന്നു രാവിലെ കുളിച്ചു ശുചിയായി ശ്രദ്ധാപൂർവം മേൽ ചൊന്ന രീതിയിൽ പാലിൽ കുളിപ്പിച്ചർച്ചിക്ക വ്രതാന്തിമദിനം വരെ. പാൽ മാത്രം ആഹാരമായി ചെയ്യണം വിഷ്ണുപൂജനം. അഗ്നിഹോത്രം നടത്തേണം ഊട്ടണം ദ്വിജമുഖ്യരെ. ഏവം 12 നാൾ പൂജ ഹോമം മന്ത്രജപം തഥാ വിപ്രാന്നദാനവും ചെയ്തു ചരിക്കുക പയോവ്രതം. ഏവം 12 നാൾ പൂജ ഹോമം മന്ത്രജപം തഥാ വിപ്രാന്നദാനവും ചെയ്താചരിക്കുക പയോവ്രതം. ശുക്ലപ്രഥമ തൊട്ടേവം ത്രയോദശി വരയ്ക്കുമേ 3 നേരം കുളി യഥശയനം. 3 നേരം കുളി അധശയനം ബ്രഹ്മചര്യവും കൊണ്ട് വർജിക്കണം. അസൽ ചർച്ച നാനാസുഖങ്ങളും ഭൂതദ്രോഹങ്ങളും വാസുദേവധ്യാനൈകദാനയായി ത്രയോദശിക്കു പഞ്ചാമൃതങ്ങളാൽ അഭിഷേചനം ചെയ്യിക്ക വിജ്ഞരാം വിപ്രന്മാരെ കൊണ്ടു യഥാവിധി. ലോഭം കാട്ടാതെ വൻതോതിലന്നു പൂജയ്ക്കൊരുങ്ങണം. സർവാന്തര്യാമിയാം വിഷ്ണുവിനു ഭക്തി പുരസ്സരം വിസ്തരിച്ചുള്ള പാൽപായസാന്നവും പ്രീതിദായകം ശ്രേഷ്ഠ നൈവേദ്യവും നൽകി യജിക്കേണം യഥോചിതം. വിജ്ഞനാചാര്യനും ഋത്വിക്കുകൾക്കും തോഷമേകണം. വസ്ത്രഭൂഷാദിയാൽ പിന്നീടതു താൻ ഹരിതോഷണം. അവർക്കും മറ്റവിടെ വന്നോരാം വിപ്രർക്കുമേകണം വിശിഷ്ട ഗുണമാം സദ്യ. കഴിവിനൊത്തു സുസ്മിതേ ഗുരുവിനും കർമ്മികൾക്കും പിന്നെ ദക്ഷിണ നൽകണം. ചണ്ടാളപര്യന്തം തോഷമേകണം ഭക്ഷണാദിയാൽ.
ദരിദ്രർ ദീനരന്ധന്മാർ തൊട്ടോർ സംപ്രീതരാവുകിൽ ഭഗവാൻ പ്രീതനായെന്ന് ഓർത്തുണ്ണാം ബന്ധുസമന്വിതാം. ദരിദ്രർ അന്ധന്മാർ തൊട്ടോർ സംപ്രീതരാവുകിൽ ഭഗവാൻ പ്രീതനായെന്നോർത്ത് ഉണ്ണാം ബന്ധുസമന്വിതം. നാൾതോറും നൃത്തവും വാദ്യഘോഷവും സ്തുതിഗീതവും കഥാപ്രസംഗവും മറ്റും കൊണ്ടു പൂജിക്ക വിഷ്ണുവേ. ഈശ്വരാരാധന പരം ശ്രേഷ്ഠമാമി പയോവ്രതം. ബ്രഹ്മാവെന്നോടന്നു ചൊന്നാൻ അതു നിന്നോടു മോദിനേൻ. ഈ വ്രതം വീഴ്ച കൂടാതെ ശുദ്ധഭാവത്തോടും സതി അനുഷ്ഠിച്ചു ഭജിച്ചാലും നിത്യനാം ആ മുകുന്ദനെ. സർവയജ്ഞങ്ങളും സർവവ്രതവും സർവദാനവും സർവേശപ്രീതിയും സർവതപസ്സും ഇതുതാൻ ശുഭേ. തോഷിപ്പതേതാൽ ഭഗവാൻ അവതാൻ നിയമങ്ങളും യമാദിയും വ്രതം യജ്ഞം തപസ്സും ദാനവും പ്രിയേ. അതിനാൽ ഈ വ്രതം ശ്രദ്ധാഭക്തിപൂർവം ചരിക്ക നീ. ഭഗവാൻ തുഷ്ടനായ ശുഭദ്രേ നിൻഹിതമേകിടും. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 16-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.